അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ഇന്ന് ദേശാഭിമാനിയുടെ മുഖപത്രം പറയുന്നത് ഈ ഡോക്ടറെ പൂർണ്ണമായും തള്ളി പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇദ്ദേഹത്തെ മോശക്കാരനായി അവതരിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ്. അത് കേരളം അംഗീകരിക്കുകയില്ല കേട്ടോ. കാരണം ഈ ഡോക്ടറെ കുറിച്ച് അങ്ങനെ ഒരു മോശം അഭിപ്രായം ആർക്കുമില്ല. ഒരു ഡോക്ടർ ഇങ്ങനെ തുറന്നു പറയുവാൻ ധൈര്യം കാണിക്കണമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. സർവീസിലിരുന്നു കൊണ്ട് ഇങ്ങനെ പറയാറില്ല സാധാരണ ആരും. പക്ഷേ ആ ഡോക്ടറെ ദേശാഭിമാനി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് തിരുത്തലല്ല തകർക്കലാണെന്നാണ്. പക്ഷേ 3-4 ദിവസം മുൻപ് ഓർക്കുക, അന്ന് ആരോഗ്യമന്ത്രി ഈ ഡോക്ടറെ പ്രശംസിച്ചതാണ് കേട്ടോ. ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രി ഇന്നലെ ഈ ഡോക്ടർക്കെതിരെ വിമർശനം നടത്തി, അതുകൊണ്ടാണ്. പക്ഷേ ഇതൊന്നും കേരളം അംഗീകരിക്കാൻ പോകുന്നില്ല. ആരോഗ്യരംഗത്തൊട്ടേറെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവാം, പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നന്നാക്കുന്നതിന് വേണ്ടിയാണ്, ആരോഗ്യരംഗത്തെ നന്നാക്കുന്നതിന് വേണ്ടിയാണ്. ഒരു ഡോക്ടർ മനംനൊന്ന് പറയുകയാണ്. ആ ഡോക്ടർ ഒരു ഇടത് സഹയാത്രികൻ കൂടിയാണ്. സഹയാത്രികർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നൽകുന്നത് കേട്ടോ. മഞ്ജുഷ, ഇതില് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഒരു ഇടതുവിരുദ്ധനെന്നോ സാമൂഹിക ബോധമില്ലാത്ത മനുഷ്യനെന്നോ ആരും പറയില്ല. അദ്ദേഹത്തെ പോലെ പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു ആരോഗ്യ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്റെ വേദന കൊണ്ട് അദ്ദേഹം പറഞ്ഞു പോയിട്ടുള്ളത് നമ്മുടെ ഒരു ഭരണകൂടത്തിന്റെ ചുവപ്പ് നാടകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വസ്തുതകളാണ്. ആ വസ്തുതകളെ വളരെ കൃത്യമായി ഗവൺമെന്റ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. ഇപ്പോ അദ്ദേഹത്തെ വിമർശിക്കുന്നതിന് നിദാനമായി വന്നിട്ടുള്ളത് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അടക്കം പറഞ്ഞു വെക്കുന്നത്, നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ലോകത്തിനാകമാനം മാതൃകയായിട്ടുള്ള ഒരു ആരോഗ്യ മേഖലയാണ്. ഇതൊരു പക്ഷേ കഴിഞ്ഞ 9 കൊല്ലക്കാലം സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ട് നേടിയതാണെന്നുള്ള അവകാശവാദമൊന്നും പറയാനുള്ള മൗഢ്യമൊന്നും എനിക്കില്ല. അത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കഴിഞ്ഞ 1 നൂറ്റാണ്ട് കാലമായി കേരളം കൈവരിച്ചിട്ടുള്ള പല നേട്ടങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ആ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുന്നതിനും അതിനെ സംരക്ഷിക്കുന്നതിനും കൃത്യമായി ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് മറച്ചു വെക്കാനാവില്ല. പക്ഷെ ഇപ്പോൾ മറച്ചു വെക്കുകയാണ്. ഇപ്പോൾ മറച്ചു വെക്കുന്നത് ഈ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ ഡോക്ടർ എന്തോ വലിയ കുറ്റം ചെയ്തു എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ആരോഗ്യമന്ത്രിയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരിൽ നിന്നും പാർട്ടി പത്രത്തിൽ നിന്നും ഉണ്ടാകുന്നത്. ശരിയാണല്ലോ. കാരണം എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത്? ഈ ഡോക്ടർ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആരോഗ്യ കേരളത്തെ നവീകരിക്കുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ്. അങ്ങനെ ഒരാൾക്ക് വാ തുറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ആരും മിണ്ടരുത് ഇതേപ്പറ്റി എന്നാണ്. താങ്കൾ പറഞ്ഞു അദ്ദേഹം ഒരു ഇടത് വിരുദ്ധരല്ല എന്ന്. അദ്ദേഹം ഒരു ഇടത് സഹയാത്രികൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു സഹയാത്രികർക്കുള്ള മുന്നറിയിപ്പാണെന്ന് പറഞ്ഞത്. സഹയാത്രികരും അപ്രിയമായ കാര്യങ്ങൾ പറയരുത് എന്നൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. താങ്കൾക്ക് കൂടി ഉള്ളതാണ്. അങ്ങനെയല്ല മഞ്ജുഷ്, ഇതിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കലിനോടൊപ്പം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തെ പോലെ ഒരു പ്രഗത്ഭനും അനുഭവ സമ്പന്നനുമായിട്ടുള്ള ഒരു യൂറോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പൊതുജനാരോഗ്യ മേഖലയിൽ അദ്ദേഹം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സാധാരണ മനുഷ്യർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും സാധാരണ മനുഷ്യരിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരിൽ വളരെ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിത രീതി നാം പലപ്പോഴായി മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും അദ്ദേഹത്തെ വ്യക്തിപരമായി അറിയുന്ന ആളുകളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടുകൂടി പറയുകയാണ്. ഇതുപോലെ ധാരാളം ഡോക്ടർമാർ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ പ്രവർത്തകരായി നിൽക്കുന്നത് കൊണ്ടാണ് കേരളം ഇന്ത്യയിൽ നമ്പർ 1 ആയി നിൽക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനെയൊന്നും അങ്ങനെ അവരുടെ പ്രവർത്തനങ്ങളെ വിസ്മരിച്ചുകൊണ്ട് പറയാൻ കഴിയില്ല. പക്ഷെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് ഭരണകൂടത്തിന്റെ ഇത്തരം ചുവപ്പ് നാടകളാണ്. ആ ചുവപ്പ് നാടകളിലേക്ക് വിരൽ ചൂണ്ടുന്ന വസ്തുതകൾ അദ്ദേഹം പറയുകയും സംസ്ഥാന സർക്കാർ അത് പ്രതിപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രതിപക്ഷത്തിന് അടിക്കുവാനുള്ള വടി കൊടുത്തിരിക്കുന്നു എന്നൊക്കെ രീതിയിലാണ് ഇന്ന് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ഈ ചുവപ്പുനാടയുടെ കുഴപ്പം എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിന് തകരാറാണല്ലോ. അത് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്തു. സിസ്റ്റം നന്നാക്കുന്നതിന് വേണ്ടിയാണെന്ന്. ഈ സിസ്റ്റത്തിന് തലപ്പത്തിരിക്കുന്നത് ആരാണ്? കഴിഞ്ഞ 9 വർഷമായി ഈ സിസ്റ്റത്തിന്റെ തലപ്പത്തിരിക്കുന്നത് മാറി മാറി വന്ന LDF സർക്കാരിന്റെ പ്രതിനിധികൾ തന്നെയാണ്. അപ്പോൾ പിന്നെ സ്വയം വിമർശനമായിട്ട് ആദ്യം ഉൾക്കൊള്ളുന്നു, പിന്നെ അങ്ങോട്ട് പറയുന്നു ഇത് പ്രതിപക്ഷത്തിന് അടിക്കുവാനുള്ള വടി കൊടുത്തിരിക്കുകയാണ് എന്ന്. ഇതെന്താണിത്? 2 ദിവസം കൊണ്ട് നിലപാട് മാറുകയാണോ? അങ്ങനല്ല. ഇന്ന് ഡോക്ടർ ഹാരിസ് തന്നെ വളരെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ഇത്തരം ചുവപ്പ് നാടകൾ അവസാനിപ്പിക്കുന്നതിനും സത്വരമായി സാധാരണ മനുഷ്യർക്ക് സേവനം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് സഹായം ലഭിക്കുന്നതിന് മരുന്നുകളുടെയും ശസ്ത്രക്രിയ ഉപകരണങ്ങളെ ദൗർലഭ്യത ഇല്ലാതാക്കണമെന്നുള്ള ഒരു വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് രാവിലെ അദ്ദേഹം തന്നെ പറഞ്ഞു,
എന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയായിട്ടുണ്ട്. ആ വാക്കുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ആശുപത്രിയെയും അതിരാലയങ്ങൾക്കും നേരെയും ഇത്തരത്തിൽ ഒരു തരത്തിലും അതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്ന തരത്തിലോ പ്രതിഷേധങ്ങളോ ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷം ഇതൊരു വടിയായിട്ടെടുത്തു. ആ വടിയായിട്ടെടുത്തു എന്നുള്ളിടത്താണ് അദ്ദേഹത്തിന് പോലും വിഷമമായിട്ടുള്ളത്. അദ്ദേഹത്തെ പോലൊരു മനുഷ്യനെ അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ ആക്രമിക്കാമെന്ന് ആരും കരുതേണ്ടതില്ല. കാരണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം ബോധമുള്ള ആളുകൾ എന്ന നിലയിൽ വളരെ കൃത്യമായി അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കുകയാണ്. അത് മഹാഭൂരിപക്ഷം വരുന്ന ഇടതുപക്ഷ മനസ്സുകളും അദ്ദേഹത്തോടൊപ്പമാണ്. അതിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കാണുന്ന സൈബർ ഇടത്തിൽ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൈബർ ഇടത്തിൽ അദ്ദേഹത്തിനെതിരെ ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതായത് വെട്ടുകിളി ആക്രമണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹത്തെ വീട്ടിലിരുത്തുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. മുഖ്യമന്ത്രിയാണ് തുടക്കമിട്ടത്. മുഖ്യമന്ത്രി വിമർശിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ ഓരോ മന്ത്രിമാരായിട്ട് വരുന്നു, പാർട്ടി സെക്രട്ടറി വരുന്നു. പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതും ഇത് തന്നെയാണ്. ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ അങ്ങോ ഇങ്ങോ ആശുപത്രികളിൽ സംഭവിക്കും, അതിന്റെ പേരിൽ അത് പർവ്വതീകരിച്ചുകൊണ്ട് വരികയാണ് ഈ ഡോക്ടർ ചെയ്തത് എന്ന് ശ്രീ